എല്ലാ കുട്ടികളോടും മാതാപിതാക്കൾ തുല്യനീതി കാണിക്കണം എന്നാണല്ലോ ദീൻ പഠിപ്പിക്കുന്നത്. എന്നാൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇതെങ്ങനെ സാധിക്കും? ഇപ്പോൾ എനിക്ക് സാമ്പത്തിക ശേഷിയുള്ളത് കൊണ്ട് എൻ്റെ മകനെ ഞാൻ അൽഫിത്ര പോലെയുള്ള വിദ്യാഭ്യാസം നൽകുന്നു. പക്ഷേ നാളെ എനിക്ക് അടുത്ത കുട്ടിക്ക് അത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ ഞാൻ ഈ കുട്ടിയുടെ കാര്യത്തിൽ അനീതിയാണോ ചെയ്യുന്നത്? എല്ലാ മക്കൾക്കും അത് കൊടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ അങ്ങനെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടോ? ഇല്ല. അതായത് അവിടെ ഹദിയയും നഫഖത്തും തമ്മിൽ വ്യത്യസ്തമായി മനസ്സിലാക്കണം. കുട്ടികൾക്ക് പാരിതോഷികം സമ്മാനം കൊടുക്കുമ്പോഴാണ് നീതി കാണിക്കേണ്ടത്. പാരിതോഷികം കൊടുക്കുമ്പോൾ നീതി കാണിക്കണം. അതേപോലെ തന്നെ കുട്ടികളോടുള്ള സ്നേഹത്തിൽ ബാഹ്യമായ നീതി കാണിക്കണം. മനസ്സിലുള്ള സ്നേഹം നീതിപൂർവമാകാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു മകന് വീട് വെക്കാൻ 10 സെൻറ്റ് കൊടുക്കുമ്പോൾ മറ്റൊരു മകനും അതേപോലെ കൊടുക്കണം. പാരിതോഷികങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ നഫഖത്ത് കൊടുക്കുമ്പോൾ, ചെലവ് കൊടുക്കുമ്പോൾ ഓരോരുത്തരും അപ്പോൾ അവരുടെ കഴിവനുസരിച്ചാണ്. ഇപ്പോൾ ഒരു മകൻ കല്യാണം കഴിച്ചപ്പോൾ ആ മകനുള്ള എല്ലാ ചെലവും വാപ്പയാണ് എടുത്തിരുന്നതെന്ന് വിചാരിക്കുക. പിന്നീട് കുറച്ച് കഴിഞ്ഞ വാപ്പ സാമ്പത്തികമായി താഴെ തട്ടിലെത്തി. രണ്ടാമത്തെ മകൻ്റെ കല്യാണത്തിന് ആ സമയത്ത് അയാളുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല എങ്കിൽ അപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് കൊടുക്കാൻ അയാൾക്ക് സാധിക്കുകയുള്ളൂ. അവിടെ അയാൾ അനീതി ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അയാൾ നഫഖത്ത് കൊടുക്കാൻ അയാളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നഫഖത്ത് വേറെ, ഹദിയ വേറെയായി മനസ്സിലാക്കുക. ഒരു മകന് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അയാൾ കൊടുക്കുക. മറ്റൊരു മകൻ, ഇപ്പോൾ ഒരു മകൻ ഡോക്ടറാക്കാൻ പഠിപ്പിച്ചു, ആ മകന് സ്വാഭാവികമായും വലിയ സംഖ്യ കൊടുക്കേണ്ടി വരും. എന്നാൽ മറ്റൊരു മകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഡോക്ടറാകാനല്ല ആഗ്രഹിച്ചത്, അവനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകാൻ ആഗ്രഹിച്ചു എന്ന് വിചാരിക്കുക. എങ്കിൽ ഒരു പക്ഷേ ആ മകൻ അത്രത്തോളം ക്യാഷ് കൊടുക്കേണ്ടി വരികയില്ല. അവിടെ ഒരേപോലെ കൊടുക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ വലിയ മകൻ ഒരു 15-20 വയസ്സുള്ള മകന് ആ മകന് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയും 6 മാസമായ മകന് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയും തുല്യമായാലേ നീതിയാവുകയുള്ളൂ എന്ന് പറയാൻ സാധിക്കുകയില്ലല്ലോ. അവിടെ അത് ശ്രദ്ധിച്ചാൽ മതി.